ദൈവതിരുനാമം മഹത്വപ്പെടുവാനിടയാകട്ടെ. ഏറ്റവും ആദരണീയരായ കർത്തൃ ശുശ്രൂഷകർക്കും കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് കൂടെ കൂടെ അവസരങ്ങൾ ലഭിക്കുന്നു. നാം ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. ഓരോ തവണയും ദൈവമക്കൾ എന്തുകൊണ്ടാണ് കൂടെ കൂടെ ഇത് പറയുന്നത്? അടുത്ത തവണ നമ്മളിൽ എത്ര പേര് ഈ കൂട്ടായ്മയിൽ നാം കൂടി വരുമ്പോൾ ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അടുത്ത തവണ എനിക്ക് എഴുന്നേറ്റ് ദൈവവചനം പറയാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, ആർക്കും ഉറപ്പുണ്ടാകുകയും വരുത്. അതുകൊണ്ട് ഏത് സമയത്ത് നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും കല്യാണ വസ്ത്രമില്ലാതെ ഒരിക്കലും ഇരിക്കാൻ ഇടവരരുത്. നമ്മുടെ അരുമ മണവാളനായ ക്രിസ്തു മാത്രം തരുന്ന കല്യാണ വസ്ത്രം, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ പാപമോചനം ലഭിക്കുമ്പോൾ, പാപം കർത്താവ് കഴുകിക്കളയുമ്പോൾ, പാപം ആഴങ്ങളിലേക്ക്, സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുമ്പോൾ, ഓർമ്മയുടെ പുസ്തകത്തിൽ നമ്മളെക്കുറിച്ച് നമ്മളുടെ ജീവിതം തുടങ്ങിയ കാലം മുതൽ എഴുതി വച്ചിരിക്കുന്നത് എല്ലാം മായ്ച്ചു കിട്ടുമ്പോൾ സ്വാഭാവികമായും ലഭിക്കുന്നതാണ് കല്യാണ വസ്ത്രം, അഥവാ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടുക എന്നുള്ളത്. നാം എല്ലാവരും ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരായിത്തീരണം. എന്താണ് ക്രിസ്തുവിനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണ്? ഞാൻ ഇന്ന് കടന്നു പോയാൽ ദൈവരാജ്യത്തിൽ എന്നുള്ള ഉറപ്പ്. അതിന് വേറെ എന്തെങ്കിലും യോഗ്യത വേണോ? വേദപുസ്തകം ഇത്ര പ്രാവശ്യം വായിക്കണവരായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന സഭയിലുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിൽ വരുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ദൈവ വേല ചെയ്യുന്നവരായിരിക്കണം. തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഞങ്ങളാരും ഒരിക്കലും പറയുകയില്ല ഈ കൂട്ടായ്മയിൽ വന്നാൽ മാത്രമേ ദൈവരാജ്യത്തിലെത്തുകയുള്ളൂ. അങ്ങനെ പറയാൻ പാകത്തിന് ആത്മീയ സുബോധമില്ലാത്തവരല്ല ഞങ്ങൾ. ലോകത്ത് എന്തുമാത്രം ദൈവമക്കളുണ്ട്! എത്രയോ പേര് ക്രിസ്തുവിനെ വാസ്തവമായും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരുണ്ട്, അനേകരുണ്ട്. എന്നാൽ നമ്മുടെ മാത്രം സ്ഥിതി നാം ചിന്തിച്ചു നോക്കണം. ഞാൻ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുമോ? എനിക്ക് കല്യാണ വസ്ത്രം കർത്താവ് ഒരിക്കൽ തന്നത്, എൻ്റെ പാപങ്ങൾ കഴുകി കിട്ടിയപ്പോൾ എനിക്ക് തന്നതായ കല്യാണ വസ്ത്രം, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വെടുപ്പാക്കിയപ്പോൾ എനിക്ക് ലഭിച്ചതായ കല്യാണ വസ്ത്രം. നമുക്കാർക്കും സ്വയമേവ ദൈവരാജ്യത്തിലെത്താൻ സാധ്യമല്ല. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ജോൺ എന്ന് പറഞ്ഞ മനുഷ്യൻ വിചാരിച്ചാൽ ദൈവരാജ്യത്തിലെത്തുക സാധ്യമല്ല. എങ്ങനെയാണ്? കർത്താവിൻ്റെ ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തു എന്ന ആ അത്ഭുത പുണ്യപുരുഷൻ്റെ കരുണാ കടാക്ഷത്താൽ മാത്രമേ ദൈവരാജ്യത്തിലെത്തുക സാധ്യമാവുകയുള്ളൂ. എളുപ്പമല്ല ദൈവരാജ്യത്തിലെത്തുക എന്നുള്ളത്. കടന്നു പോകുന്നവരെല്ലാം സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് ഏതെങ്കിലും ശുശ്രൂഷകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ, ശവസംസ്കാര ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആരെല്ലാം വന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരണശേഷം ആരെല്ലാം എന്തെല്ലാം പ്രാർത്ഥിച്ചാലും ദൈവരാജ്യത്തിലെത്തുകയില്ല. അതുകൊണ്ട് ശവസംസ്കാര ശുശ്രൂഷ വേണ്ടെന്നാണോ പറഞ്ഞത്? അല്ല. ഈ കൂട്ടായ്മയിൽ വരുന്നവരെങ്കിലും ആത്മീയ സുബോധമുള്ളവരായിരിക്കണം. ആർക്കും ദൈവരാജ്യത്തിൽ എത്തുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ സാധ്യമാക്കി തരുന്നത് ആരാണ്? ജീവനുള്ള ക്രിസ്തുവിൻ്റെ അത്ഭുത കരുണയാൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം ഓരോന്ന് കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ ഹൃദയം പൊട്ടി തകർന്ന് ഏറ്റുപറയുമ്പോൾ, കർത്താവിൻ്റെ അത്ഭുത കൃപയാൽ കർത്താവിൻ്റെ തിരുരക്തമെന്ന് നമ്മളെ കഴുകുമ്പോൾ നാം സ്വർഗീയ ഭവനത്തിൻ്റെ ഓഹരിക്കാരാകുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ നമ്മെ തൊടുന്നു, ആ തിരുരക്തം നമ്മെ പൊതിയുന്നു, പാപം മാറിക്കിട്ടുന്നു, ദൈവരാജ്യത്തിൻ്റെ ഓഹരി ലഭിക്കുന്നു. അതാണ് കല്യാണ വസ്ത്രം ലഭിക്കുക എന്ന് പറഞ്ഞത്. നമുക്ക് ആ കല്യാണ വസ്ത്രം ഉണ്ടോ? ഏതാണ്ട് 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഒരുപാട് ബുക്കുകൾ ഇരിപ്പുണ്ട് എൻ്റെ
പ്രാർത്ഥനാ മുറിയുടെ അവിടെ അതിനകത്തുള്ള കബോർഡിൽ ആ അലമാരയിൽ ചെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി, ഒരു പുസ്തകം എടുത്തു. അത് വിശുദ്ധ ജീവിതം എന്ന പുസ്തകം. ഞാൻ വായിച്ചിട്ടേ ഇല്ല. അത് വായിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ക്രിസ്തീയത തുടങ്ങിയിട്ടില്ല എന്നുള്ള ചിന്ത. ഞാൻ വായിക്കും തോറും പിന്നെയും ആവർത്തിച്ച് വായിക്കുമ്പോഴും എനിക്ക് ഭയം തോന്നുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ, ഇന്നും ഒന്നും ആയിട്ടില്ല എന്നുള്ള ചിന്ത. കേൾക്കൂ, നിങ്ങൾ കണ്ണ് തുറന്നിരുന്ന് കേൾക്കൂ, ചെവി തുറന്നിരുന്ന് കേൾക്കൂ, കേട്ടില്ല എന്നാരും പറയരുത്. 10,000 പ്രാവശ്യം നാം പാപം ചെയ്ത് പാപത്തിൽ വീണാലും 10,001 പ്രാവശ്യമായി നാം എന്തു ചെയ്യണം? പ്രത്യാശയോടെ കർത്താവിൻ്റെ പാപം കഴുകും, എന്നെ കർത്താവ് സ്വർഗ്ഗരാജ്യത്തിന് ഓഹരിക്കാരനാക്കി തീർക്കുമെന്ന് ഓർത്ത് ദൈവത്തിൽ ആശ്രയിച്ചു കൊള്ളണമെന്ന്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാനും ഓർത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നാം ദൈവത്തിൻ്റെ വചനം കേട്ടു, ജീവിതം ക്രിസ്തുവിനായി കൊടുത്തു, സമർപ്പണമെടുത്തു, എല്ലാം സത്യമാണ്. എന്നാൽ പിന്നീട് ഒരു തെറ്റും വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ കുഞ്ഞിവിടെ കാണുകയില്ല എന്ന് ഞാൻ കരുതുകയാണ്. ശരിയല്ലേ? ഏതെല്ലാം പാവം വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും കോപിക്കുകയില്ല. കോപിക്കുന്നവൻ കൊലപാതകനാവുന്ന ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. കോപിക്കുക, അതിൻ്റെ അടുത്ത പടിയാണ് ക്രോധം. ഞാനോ എത്ര പ്രാവശ്യം കോപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കണക്ക് പോലും ഇല്ല. 10,000 ഒന്നുമല്ല. അടുത്ത പടി ക്രോധം. അതിൻ്റെ അടുത്ത അത്യുഗ്രമായ അടുത്ത പടിയാണ് ക്രോധം. കോപം, ക്രോധം. ക്രോധിച്ച് സംസാരിച്ചിട്ടുണ്ട്, ക്രുദ്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കലും എനിക്ക് അസൂയയില്ലെന്ന് ചിന്തിച്ചൊരു മനുഷ്യനായിരുന്നു ഞാൻ. ഈ അടുത്ത കാലം വരെ എനിക്ക് അസൂയയില്ല. എല്ലാവരുടെയും അഭിവൃദ്ധിയിൽ സന്തോഷം. ആത്മീയമായി പോലും ദൈവമക്കൾ ദൈവവചനം ആത്മാവിൽ തീയായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിൽ വലിയ സന്തോഷം, വലിയ ആനന്ദം. എന്നാൽ ഈ അടുത്ത ദിവസം കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു അസൂയ ഉണ്ടെന്ന്. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കി കിട്ടുകയാണ്. അതാണ് സുബോധത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുക എന്ന് പറയുന്നത്. അസൂയുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് തിരിഞ്ഞു നോക്കൂ. 10,000 പ്രാവശ്യത്തിൽ കൂടുതൽ പാപം ചെയ്തവരല്ലേ നാം പലരും? എടുത്ത തീരുമാനത്തിൽ നാം ഉറച്ചു നിന്നവരാണോ? എന്നാൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹത്താൽ വീണ്ടും നമുക്ക് കൂട്ടായ്മയിൽ കടന്നു വരാനിടയാകുന്നു, വചനം കേൾക്കാനിടയാകുന്നു. കർത്താവേ, എന്നെ കഴുകണമേ എന്നുള്ള ആഴമേറിയ ആ ഒരു വേദന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. കർത്താവ് കഴുകിത്തരുന്നു. അതാണ് പറഞ്ഞത്, കർത്താവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പിടിച്ചുകൊണ്ടല്ലാതെ സ്വയമേ ഒരു മനുഷ്യനും ദൈവരാജ്യത്തിലെത്തുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരനാക്കി തീർത്തല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള നന്ദി, ഹൃദയം നിറഞ്ഞ് കർത്താവേ, ഞാൻ ആരായിരുന്നു? ഞാൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? എങ്ങനെ എനിക്ക് ന്യായവിധി ഒഴിവായി കിട്ടി? അതോ ആ ന്യായവിധി എങ്ങനെ ഒഴിവായി കിട്ടും? ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 30-31 വാക്യങ്ങൾ. വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? ചോദ്യം ഇതാണ്. പ്രവാചകൻ ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവമെന്ന് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരായ ദൈവമക്കളുടെയും അപ്പോസ്തലന്മാരുടെയും സ്ലീഹന്മാരുടെയും നാവിലൂടെ ചോദിച്ചു. പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായും വ്യക്തമായും ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മളോട് ചോദിക്കുകയാണ്. ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഒടുക്കമില്ലേ? മരണസമയത്ത് ഓടിക്കൂടി ദൈവരാജ്യത്തിൽ എത്താമെന്ന് കരുതരുത്. ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. വിസ്മയം അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു 20 കൊല്ലം മുമ്പ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മെഷീൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നു, കാർഡ് അങ്ങോട്ട് ഇടുന്നു, പണം ദേ ഇങ്ങോട്ട് ചാടി വരുന്നു. ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. ചിന്തിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ എനിക്കിപ്പോഴും അത് വലിയ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തെല്ലാം കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നു. ഒരു എഴുത്തെഴുതണമെങ്കിൽ ആർക്കും എഴുതാം. ChatGPT കൃത്യമായിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി കിട്ടും. ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ ഡെൻറ്റിസ്ട്രിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലിരുന്ന ഒരാളുടെ അളവ് എടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ ഇവിടെ വരും. 2 മിനിറ്റിനുള്ളിൽ STL ഫയലായിട്ട് ഇവിടെ വരും.
എന്തെല്ലാം വിസ്മയകരമായ കാര്യങ്ങൾ നടക്കുന്നു. റോബോട്ടൊക്കെ ഏതാനും കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ വീട്ടിലൊന്നും പണിയാൻ ആരും വേണ്ട. കാശുള്ളവർക്ക് എന്ത് ചെയ്യാം? കാശും കുറയും, അതിൻ്റെ വിലയും കുറയും. മിറ്റമൊന്നും അടിക്കാൻ ഇപ്പം ആളില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. മിറ്റടിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട, റോബോട്ട് മേടിച്ചാൽ മതി. ചോറും കറിയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വരും. സ്വിച്ചിട്ടാൽ മതി, വിളിച്ചാൽ കേൾക്കും. കുറച്ചുകൂടെ ഇങ്ങോട്ട് കഴിയുമ്പോൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും വിസ്മയകരമായത്, അനേകർക്ക് വിവാഹം കഴിക്കണമെന്നില്ല, കയ്യെ പിടിച്ചുകൊണ്ടിരിക്കാൻ ആള് റോബോട്ട് വരുമെന്ന്. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിസ്മയകരമായത് പലതും സംഭവിക്കുന്നു. നിങ്ങളും ചിന്തിച്ചു നോക്കൂ. വിസ്മയകരമായതല്ലേ? നാം ചിന്തിച്ചിട്ടുള്ള കാര്യമാണോ? വിസ്മയകരമായത് പലതും നടക്കുന്നു. വിസ്മയകരമായതും ഭയങ്കരവുമായുള്ള ദേശം സംഭവിക്കുന്നു. എന്താണ് ഭയങ്കരകരമായ കാര്യം? മനുഷ്യ ശരീരം വെട്ടി നുറുക്കുന്നു, സൂട്ട് കേസിനകത്താക്കുന്നു. ലിവിങ് ടുഗദർ എന്നാണെന്ന് പറയുന്നത്. രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുകയാണ്. ഭാര്യ ഒരാൾ അവിടെ കാണും നാട്ടിൽ, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ഒരാൾ നാട്ടിൽ കാണും. പക്ഷേ ജോലി ചെയ്യാൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുന്നു. പിന്നീട് ആ ബന്ധം വഷളത്വത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് ഇവിടെ എന്ത് ചെയ്യുന്നു? ആരെങ്കിലും അറിയുന്നു, ഇത് ഒഴിവാക്കണം, ബ്ലേഡ് മേടിക്കുന്നു, നല്ല മൂർച്ചയുള്ള കത്തി കുത്തിവെക്കുന്നു, മയക്കുമരുന്ന് കുത്തിവെക്കുന്നു, ആളെ സുബോധമില്ലാണ്ടാക്കുന്നു, നുറുക്കുന്നു. മീൻ വെട്ടും പോലെ അല്ലെങ്കിൽ ഇറച്ചി നുറുക്കും പോലെ നുറുക്കി സൂട്ട് കേസിനകത്താക്കുന്നു, എവിടെയെങ്കിലും കൂടി എറിഞ്ഞു കളയുന്നു. ആയിരക്കണക്കിന് കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ ഒരു കാര്യം പറഞ്ഞതാണ്. വല്ലതും പിടിക്കുന്നുണ്ടോ? കണ്ടുപിടിക്കുന്നുണ്ടോ? ഇതെല്ലാം ഭയങ്കരമായ കാര്യങ്ങൾ. ആണോടാൻ അവലക്ഷണമായി ജീവിക്കുന്നു. എത്ര പെർസെൻറ്റേജ് ഉണ്ട് യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നവർ? മയക്കുമരുന്നിന് അടിമകളാണ്. ഭയങ്കരമായി സംഭവിക്കുന്നു. വിസ്മയവും ഭയങ്കരവുമായി സംഭവിക്കുന്നു, ദേശത്ത് സംഭവിക്കുന്നു. അടുത്ത വാക്കാണ് സങ്കടകരമായ കാര്യം. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പ്രവാചകന്മാരുടെ അടുത്തേക്ക് ഓടുകയാണ്. നിങ്ങൾ ആരുടെ അടുത്തേക്ക് ഓടണ്ടെന്നാണ് പറഞ്ഞത്? നിങ്ങൾ തന്നെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരാകൂ. യേശുക്രിസ്തുവിന്റെ തിരുരക്തം പാപം കഴുകി തരുന്നതാണ്. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പിന്നെയോ പുരോഹിതന്മാർ ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, എന്നാൽ എന്തെല്ലാമാണ്. ഒരിക്കൽ ഞാൻ ഒരു ഫോണ് ഞാൻ കാണുകയാണ്. ഒരാൾ ഒരു ദൈവ പൈതൽ എന്ന് പറയും. ഞാൻ കുറ്റം പറയാൻ തോന്നരുത്. നിങ്ങളുടെ പേഴ്സെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരൂ. എല്ലാ പേഴ്സും കൊണ്ട് ചെല്ലുകയാണ്. ആളുകൾ മുഴുവൻ ചെല്ലുകയാണ്, പേഴ്സുമായിട്ട് വരികയാണ്. എല്ലാവരും, ആണുങ്ങൾക്കെല്ലാം പേഴ്സുണ്ട്. അദ്ദേഹം ഇങ്ങനെ പേഴ്സ് പിടിച്ച് ഇത്രയും പൊക്കത്തിലാക്കി. ആ പേഴ്സ് അങ്ങ് താഴത്തേക്ക് ചാടിപ്പോയി. പേഴ്സ് വാഴ്ത്താൻ പോവുകയാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആ പേഴ്സൊക്കെ കുറെ ചാടി. ഉടനെ അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ധാരാളം പണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റം പറയരുത്, കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പേഴ്സൊക്കെ വാഴ്ത്തി കിട്ടി. അടുത്ത കാര്യം പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഫോണുള്ളവരെല്ലാം കയ്യിലെടുക്കൂ. എന്നിട്ട് ബാർകോഡ്, എല്ലാവർക്കും കൊണ്ട് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാർകോഡ് എന്ന് പറയും. ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോഴാണ് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഫോൺ എല്ലാവരും കയ്യിലെടുക്കൂ. ഒരു കാര്യവും കൂടെ അദ്ദേഹം പറയുകയാണ്, വിഡ്ഢിത്തം പറയുകയാണ്. എന്താണ്? കർത്താവിന് ഇങ്ങനെയൊന്നും പിടിച്ചാൽ ശരിയാവില്ല. ബാർകോഡ് ഇങ്ങനെ മോളിലേക്ക് കർത്താവ് കാണാൻ പാകത്തിന് പിടിക്കൂ. നിങ്ങളും ചിന്തിച്ചു നോക്കൂ, എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നീ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും ഞാൻ അറിയുന്നു, നിന്റെ നിരൂപണം ഞാൻ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, നിന്റെ നടപ്പും കിടപ്പും നാം ശോധന ചെയ്യുന്നു, നിങ്ങളുടെ വഴികളൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നു. അനുഗ്രഹം വേണം ആളുകൾക്ക്. എന്തനുഗ്രഹം? മനുഷ്യരാരെങ്കിലും ഫോൺ പൊക്കി പിടിക്കാൻ കിട്ടുമ്പോൾ അന്നേരം പറയുമ്പോൾ കിട്ടുന്നതാണോ അനുഗ്രഹം? ഇങ്ങനെയുള്ള വിഡ്ഢിത്തത്തിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത്. അപകടങ്ങളിലൊന്നും പോകരുത്. ഒരു സഭയും മാറേണ്ട ആവശ്യമില്ല. ഒരു കൂട്ടായ്മയും നിങ്ങൾ രക്ഷിക്കുകയില്ല. ക്രിസ്തു മാത്രം, യേശു ക്രിസ്തു മാത്രം, ആ രക്ഷകനായ അത്ഭുത പുരുഷനെ
ഇന്ന് നാം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പാപത്തോടെല്ലാം യാത്ര പറഞ്ഞ് അഴുക്ക് ചിന്തകളോടും മലിന വികാരങ്ങളോടും അശുദ്ധ പ്രവർത്തനങ്ങളോടും മദ്യപാനത്തോടും വെറുക്കൂത്തുകളോടും ചീത്ത സിനിമ കാണുന്ന ആഗ്രഹത്തോടും യൂട്യൂബിൽ നോക്കിയിരിക്കുന്ന അഴുക്ക് വികാരങ്ങളോടും എല്ലാം യാത്ര പറഞ്ഞിട്ട് ഇന്ന് പുതിയ സൃഷ്ടിയായി പോകണം. കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ടേ ഇന്ന് പോകാവൂ. കല്യാണ വസ്ത്രം ഇന്ന് കർത്താവ് തരാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ? ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാർ അതിനോട് ചേർന്ന് അധികാരം നടത്തുന്നു. അടുത്ത വാക്കാണ് ഏറ്റവും സങ്കടത്തോടെ നാം കേൾക്കേണ്ടത്. എന്താണ് പറഞ്ഞത്? എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. കേൾക്കൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ തടിച്ചുകൂടി ചെല്ലുന്നു. കാരണം മനുഷ്യർക്ക് അനുഗ്രഹം വേണം. എന്തനുഗ്രഹം? ഭ്രാന്തൻ കുര്യാക്കോന്റെ മക്കളെന്നല്ലേ ഞങ്ങൾ വിളിച്ചിരുന്നത്. എന്നാൽ എൻ്റെ അപ്പൻ്റെ ഭ്രാന്ത് മാറി. യേശുക്രിസ്തുവാണ് മാറ്റിയത്. കടം മുഴുവൻ മാറി. ഞാൻ കൊടുക്കാനുള്ളവർക്കെല്ലാം പൈസ കൊടുത്തു, ബാങ്ക് ലോൺ എല്ലാം തീർത്തു, എല്ലാം തീർന്നു. 1 രൂപ പോലും കടയില്ലെന്നിരിക്കട്ടെ. ഭർത്താവാണ് എൻ്റെ കടം മാറ്റിയതെന്ന് ഞാൻ പറയുകയും ചെയ്യുന്നിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോവോ? ഒരിക്കലുമല്ല. 10 പൈസയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വകയുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തിരിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവർ, കൊടുക്കാൻ ഒരു മാർഗവും ഇല്ലെന്നിരിക്കട്ടെ. ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആദ്യ പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മനോഭാവം എങ്ങനെയായിരിക്കണം? കർത്താവേ, ഒരു 10 പൈസ എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാൽ എൻ്റെ മുഴുവൻ വീടും കുടുംബവും എല്ലാം വിറ്റോളാം. എന്നാലും കർത്താവേ, എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കണമെന്നാണ് നമ്മുടെ ആശയെങ്കിൽ നാം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ദൈവരാജ്യം നഷ്ടപ്പെടുകയില്ല. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക? ഈ ഭൂമിയിൽ കിടപ്പേടം ഇല്ലെന്നിരിക്കട്ടെ, 5 സെൻറ്റ് സ്ഥലം പോലും ഇല്ലെന്നിരിക്കട്ടെ. ഒരു ദൈവദേവദാസൻ പറയണ കേൾക്കാറുണ്ട് പലപ്പോഴും, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇതൊന്നും നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും ദൈവരാജ്യം മാത്രം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, വീട് കിട്ടുന്നതല്ല, രോഗം മാറുന്നതല്ല, ഭൂതം മാറുന്നതല്ല, ക്യാൻസർ മാറുന്നതല്ല, മുഴ മാറുന്നതല്ല, മക്കൾ ഉയർന്ന നിലവാരത്തിൽ എത്തുന്നതല്ല, മക്കളെല്ലാം നല്ല മിടുമിടുക്കരായി നല്ല ഉന്നത നിലവാരങ്ങളിൽ അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നതല്ല, മകളുടെ കല്യാണം കൃത്യസമയത്ത് നടക്കുന്നതിലല്ല, മകൻ്റെ കല്യാണം നടക്കുന്നതിലല്ല, അല്ല ഒരു രോഗവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയല്ല. ഇതെല്ലാം ഈ ശവക്കുഴിയിൽ തീരുന്നതാണ്. ശവക്കുഴിക്കപ്പുറത്തേക്ക് നിലനിൽക്കുന്നത് എന്തുണ്ട്? യേശുക്രിസ്തു എന്ന അത്ഭുത പുരുഷൻ തരുന്ന കല്യാണ വസ്ത്രം. അത് ആർക്കെല്ലാം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ആർക്കെല്ലാം ഉറപ്പുണ്ട് ഞാൻ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിലെത്തുമെന്ന്? ആ ഉറപ്പ് പ്രാപിക്കാതെ നിങ്ങൾ ഇന്നാരും ഇവിടെ എഴുന്നേറ്റ് പോകരുത്. ആ ഉറപ്പ് തരാനാണ് കർത്താവ് നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അല്ലേ, ഞാൻ നല്ല ഉറപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. എന്തുറപ്പ്? ഇന്ന് കർത്താവ് ആവശ്യക്കാർക്കെല്ലാം ആ കല്യാണ വസ്ത്രം തരും. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ യേശുവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ആ കല്യാണ വസ്ത്രം ഒന്ന് തരണമേ. കർത്താവേ, ഉത്സവ വസ്ത്രം എനിക്കൊന്ന് തരണമേ. സ്തുതി എന്ന മേലാട് എനിക്കൊന്ന് തരണമേ. കർത്താവേ, എനിക്ക് ആ നീതിൻ്റെ വസ്ത്രം ഒന്ന് തരണമേ. ഞാനൊരു നീതിമാനല്ല കർത്താവേ, എന്നാൽ അകൃത്യം ക്ഷമിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ കർത്താവേ. അകൃത്യം ക്ഷമിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന്. എന്താണ്? നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യമാണ്. യഹോവ മഹാശക്തിയും ദീർഘക്ഷമയുമുള്ളവൻ, എന്നാൽ ദൈവം ശിക്ഷിക്കാതെ വിടില്ല. എൻ്റെ കർത്താവേ, നിർമ്മലമായ ഹൃദയം തുറക്കുമ്പോൾ എൻ്റെ കർത്താവ് എല്ലാം കർത്താവ് കഴുകിക്കളയുന്നു. ജീവനുള്ള ദൈവം, എൻ്റെ ദൈവമേ, എന്തൊരു അത്ഭുതകരമായ ജീവിതമാണ്. കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെയൊന്നും ആയിരുന്നെങ്കിൽ, അങ്ങനെ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഒരു യുവതലമുറ നമ്മുടെ ഇരുന്ന് എഴുന്നേറ്റ് വന്നിരുന്നെങ്കിൽ എന്തൊരു മഹാഭാഗ്യമാണ്. എല്ലാം കഴുകിക്കരുന്ന ജീവനുള്ള ദൈവം. എന്താണ്? ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന്. എന്നാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്യോട് പറയാം. എന്താണ്? ഞാൻ പാപം ചെയ്താൽ നീ നോക്കി വയ്ക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, ഞാൻ പാപം ചെയ്താൽ നീ നോക്കി വയ്ക്കുന്നു, എന്നിട്ടോ ശിക്ഷിക്കാതെ വിടുകയുമില്ല. ശിക്ഷിക്കുന്നവനാണ് ദൈവം. ദൈവം കരുണയാണ്, ദൈവം സ്നേഹമാണ്, ദൈവം മനസ്സലിവാണ്, ദൈവം ആർദ്രതയുള്ളവനാണ്. ദൈവം 70 വട്ടം ക്ഷമിക്കുന്നവനാണ്. അല്ല, ദൈവം ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും പ്രസാദമുണ്ടോ? അവൻ തന്നെ ദുഷ്ടത വിട്ട് തിരിയുന്നതിലല്ലയോ എനിക്ക് താല്പര്യം. എന്താണ് പറയുന്നത്? എത്ര ഭാവിയായ മനുഷ്യനാണെങ്കിലും നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ള ദൈവം. ആ ദൈവം പക്ഷേ ഞാൻ പാപം ചെയ്താൽ നീ നോക്കി വയ്ക്കുന്നു, ശിക്ഷിക്കാതെ വിടുകയില്ല. പാപത്തിന് ശിക്ഷയുണ്ട്. ഇന്ന് ശിക്ഷ കർത്താവ് ഒഴിവാക്കി തരും. എന്നാൽ വ്യക്തമായി തീരുമാനമായിരിക്കണം. കർത്താവേ, ഇനിയില്ല, മരണത്തോളം പാപം വരികയില്ല.
ഏതെങ്കിലും ഒരു പാപം വന്നാലോ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത്, എപ്പോഴാണ് തൽസമയം? പാപം വന്നു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ, ഒരു ചിന്തയിൽ പാപം വന്നു എന്ന് വന്നാൽ, ആരോടെങ്കിലും ഒരു ഈർഷ്യ ഉള്ളിൽ തോന്നിയെന്ന് വന്നാൽ, ആരോടെങ്കിലും ഒരു 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 എന്തെങ്കിലും ഒരു വഴക്കിൻ്റെ ഒരു അംശമുള്ളിൽ തോന്നിയെന്ന് കരുതിയാൽ, അപ്പോൾ തന്നെ അത് വെച്ചോണ്ട് കൂട്ടായ്മയിൽ ഒരു അല്ല വേണ്ടത്. അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ വിളിക്കണം. മക്കളോടാകട്ടെ, അല്ല അയലക്കത്തുള്ളവരോടാകട്ടെ, വ്യാജമായി നടക്കരുത്. കാരണം ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ശ്വാസമത്രേ, എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാം. ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. ശിക്ഷ മാറാതെ ആരും, ശിക്ഷാവിധി മാറിയെന്ന് ഉറപ്പ് കിട്ടാതെ ആരും പോകരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. 130 സങ്കീർത്തനം 3 വാക്യം. അതൊന്ന് എല്ലാവരും ഓർത്തിരുന്ന എന്നുള്ളതാണ്. എന്താണ്? ഒന്ന് വായിക്കാം. യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കേ, എൻ്റെ നേരെ നോക്കിക്കേ. ദൈവം നിങ്ങളുടെ പാപം, നിങ്ങളുടെ എൻ്റെയും പാപം, ഞാൻ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ പാപം ഓർമ്മ വയ്ക്കുകയാണെങ്കിൽ ആരെങ്കിലും ദൈവരാജ്യത്തിലെത്തുമോ? അങ്ങനെ ധൈര്യമുള്ള ആരും ഇവിടെ കൈവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യനാകെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം പാപം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരുത്തനുമില്ല നീതിമാൻ. അതുകൊണ്ട് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണോ? ഒരു നാളും അരുത്. പാപം ചെയ്യാമെന്നല്ല, പാപത്തിലെ ആഹോത്തത്ര കാണാനല്ല പറഞ്ഞത്. എന്നാൽ ജീവനുള്ള ദൈവം എല്ലാം ക്ഷമിക്കുന്നവനാണ്. അത് ക്ഷമിച്ചതുകൊണ്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. അകൃത്യം ക്ഷമിക്കുന്ന ദൈവം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അകൃത്യം ക്ഷമിച്ചു തന്നില്ലേ? പാപം കഴുകി തന്നില്ലേ? എന്തെല്ലാം പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഏതെല്ലാം സങ്കട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്, ഏതെല്ലാം ശാപകരമായ കാര്യം വന്നു പോയിട്ടുണ്ട്. നായി ഛർദിയിലേക്ക് പോകുന്ന പോലെ പോയിട്ടില്ലേ? മദ്യപിക്കില്ല എന്ന് ഒരിക്കലും ഇനി മദ്യപിക്കില്ല എന്ന് തീരുമാനമെടുത്തു. ഓടി നടന്ന് പല രംഗങ്ങളിലും ദൈവത്തിൻ്റെ വചനം പറയാൻ, സുവിശേഷം സാക്ഷ്യം പറയാൻ ഓടി നടന്നു. എന്നാൽ പിന്നെയും പാപം ചെയ്തു. എന്നാൽ ദൈവം ആരാണ്? ദൈവം എല്ലാം ക്ഷമിക്കുന്നവനാണ്. അകൃത്യം ക്ഷമിക്കുന്ന ദൈവം. യഹോവേ, നിങ്ങൾ തന്നെ ഇരിക്കുമ്പോൾ പറയണം, യഹോവേ നീ അകൃത്യം ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ നിലനിൽക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ കരുണാസമ്പന്നനായ ജീവനുള്ള ദൈവം നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുകയാണ്. ആ ദൈവം നമ്മളുടെ ആർദ്രതയോടെയാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇത് നിങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ക്രിസ്തുവിനെ കാണണം. ആ ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹം കാണണം, യേശുവിനോടുള്ള സ്നേഹം. എന്നെ ദൈവരാജ്യത്തിൽ ഒരു കാലത്തും എത്താൻ കഴിയാതിരുന്ന എനിക്ക് ദൈവരാജ്യത്തിൻ്റെ അവകാശം തന്ന ജീവനുള്ള ക്രിസ്തു എന്ന അത്ഭുത പുണ്യപുരുഷനോടുള്ള സ്നേഹം. ആ സ്നേഹം ഉള്ളിൽ വന്നാൽ, അങ്ങനെ സ്നേഹം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നിന്ന് പാപം മാറുകയുള്ളൂ. പാപം മാറുമ്പോൾ എല്ലാം ക്ഷമിക്കാൻ തോന്നുകയുള്ളൂ, എല്ലാം പൊറുക്കാൻ തോന്നുകയുള്ളൂ, എല്ലാം വിശ്വസിക്കാൻ തോന്നുകയുള്ളൂ. ഈ വചനം സത്യമാണെന്ന് വിശ്വസിക്കാൻ തോന്നുകയുള്ളൂ. ദീർഘക്ഷമ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കിട്ടും. എത്ര തെറ്റ് ചെയ്തവരോടും ഒരിക്കലും നമുക്ക് എന്തില്ല? നമുക്ക് ആരോടും പകയില്ല. നിങ്ങൾക്ക് അങ്ങനെയാണോ? ആരോടെങ്കിലും നിങ്ങൾ ക്ഷമിക്കാനുണ്ടോ? പ്രിയപ്പെട്ടവർ, ഇപ്പോൾ നല്ല സമയമാണ്. ഇപ്പോൾ നല്ല ഒരു അവസരം ലഭിച്ചു. എന്തുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറിയത്? ദാവീദിന് അറിയാമായിരുന്നു. എന്താണ്? ദാവീദിനറിയാം, ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം വാത്സല്യമുള്ളവനാണ്, ദൈവം എല്ലാം സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്നവനാണ്, ദൈവം തകർന്ന ഹൃദയത്തെ നിരസിക്കാത്തവനാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന്. ദൈവം ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ചിന്തിക്കുകയാണ്, എന്നാലും ഈ പാപം ക്ഷമിക്കുമായിരിക്കുമോ? ഞാനിങ്ങനെ അബോർഷൻ ചെയ്തു പോയി, അത് ക്ഷമിക്കുമായിരിക്കുമോ? ഗർഭചിത്രം നടത്തി ക്ഷമിക്കുമായിരിക്കുമോ? കർത്താവേ, ഇനി എനിക്ക് ക്ഷമിച്ച് കിട്ടുമായിരിക്കുമോ? നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ. കാരണം ജീവനുള്ള ദൈവം സ്നേഹം മാത്രമാണ്. ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവം എല്ലാം കഴുകി തരുന്നവനാണ്. നിന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ട്, മകനേ, ഇനി നിനക്ക് എന്താണ് പരിപാടി? ഇനി പോകാ, ഇനി പാപം ചെയ്തെന്ന് മാത്രമേ എൻ്റെ കർത്താവ് പറയുകയുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യേശുവിനായി ജീവിതം കൊടുക്കാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്? കല്യാണ വസ്ത്രത്തിന് വേണ്ടി ആരെല്ലാം കൊതിക്കുന്നുണ്ട്? കർത്താവേ, നീതി എന്ന ആ നീതിയുടെ വസ്ത്രം എനിക്ക് തരണമേ കർത്താവേ. എന്നെ നീതിമാനായ അവിടുന്ന് മുദ്ര കുത്തണമേ. എന്നെ ഒരു നീതിമാൻ
നീതിയായി മുദ്ര കുത്തണമേ, എന്നോട് മനസ്സലിയണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അരികിൽ വന്ന് നിൽക്കുകയാണ്. നമുക്ക് ധ്യാനിക്കാൻ പ്രിയപ്പെട്ടവരെ. യേശു അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാം മറക്കാം. എൻ്റെ അരികിൽ യേശു വന്ന് നിൽക്കുകയാണ്. എനിക്കും പറയാനുണ്ട് യേശുവിനോട്. കർത്താവേ, എനിക്കും പലതും പറയാനുണ്ട്. കർത്താവേ, ഞാൻ പലപ്പോഴും എടുത്ത തീരുമാനത്തിൽ നിന്നിട്ടില്ല. ഞാൻ പലപ്പോഴും നിങ്ങൾ സ്വന്തമായി ഓരോരുത്തരും യേശു അരികിൽ വന്ന് നിൽക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ സമർപ്പണങ്ങൾ പറയൂ. കാലം തീരാറായി, വാതിൽ അടയാറായി. ഇന്ന് കൃപയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. ഇന്ന് പെട്ടകത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. ഗോകുൽത്തായിൽ തുറന്ന ആ പെട്ടകം ഇതാ നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ആ തുറന്ന ചങ്കുമായി കർത്താവ് വന്നിരിക്കുകയാണ്. ആ പിളർന്ന പാറയുമായി കർത്താവ് വന്നിരിക്കുകയാണ്. ആ പാറയിൽ ഞാനൊന്ന് മറയട്ടെ. എൻ്റെ കർത്താവേ, എന്നെ മറയ്ക്കണമേ. വാതിക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം, ഹല്ലേലൂയാ. എൻ്റെ രാജാതിരാജനായ യേശുവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ, അവിടുന്ന് ഞങ്ങളെ കരുതുന്നുവല്ലോ, അവിടുന്ന് ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നുവല്ലോ. കർത്താവ് പോലെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കണ്ണുനീര് തുടയ്ക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അരുമകരം, ആണിപ്പാടുള്ള കരം നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. മകനെ, ഇന്ന് നിനക്ക് ബാധ്യതയുണ്ട്. നിനക്ക് എങ്ങനെയെങ്കിലും നിനക്ക് എല്ലാം കൊടുത്തിട്ട് ബാധ്യത തീർക്കണമെന്നുണ്ട്. എന്നാൽ യേശുവിന് അസാധ്യമായി ഒന്നില്ല. നിങ്ങൾ കൊടുക്കൂ, മുഴുവനായും കൊടുക്കൂ. എൻ്റെ ഹിതം നടക്കേണ്ട കർത്താവേ, എൻ്റെ ഇഷ്ടം നടക്കേണ്ട കർത്താവേ, അവിടുത്തെ തിരുഹിതം മാത്രം നടന്നാൽ മതി. എൻ്റെ യേശുവേ, ഞാനിതാ തിരുസന്നിധിയിലേക്ക് വരികയാണ്. എൻ്റെ നാഥ, എന്നോട് മനസ്സലിയണമേ. ഈ ഭൂമിയിൽ എനിക്കൊന്നും നടന്ന് കിട്ടിയില്ലെങ്കിലും, എൻ്റെ ബാധ്യത മാറിയില്ലെങ്കിലും, എൻ്റെ മക്കൾ വിവാഹിതരായില്ലെങ്കിലും, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിലും, എനിക്ക് വീടുണ്ടായില്ലെങ്കിലും, കർത്താവേ, എൻ്റെ രോഗം മാറിയില്ലെങ്കിലും, എൻ്റെ രോഗം ഇന്നും ഇനി മരണം വരെ അത് ഉണ്ടായിരുന്നാലും, കർത്താവേ, എനിക്ക് കല്യാണ വസ്ത്രം നഷ്ടപ്പെടരുത്. എൻ്റെ പാപങ്ങളെല്ലാം കഴുകിത്തരണമേ. അവിടുന്ന് എന്നോട് മനസ്സലിയണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? ആരെല്ലാം ആത്മാർത്ഥമായി കർത്താവിനോട് യാചിക്കുന്നുണ്ട്? യാചിക്കേണ്ടുന്ന സമയമാണ്. മോചിക്കുന്ന നാഴികയാണ്. യേശുവിൻ്റെ തിരുസാന്നിധ്യം അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിരുരക്തവിധ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊടാൻ കൊതിക്കൂ. എൻ്റെ രക്ഷക, ഞങ്ങളെ എല്ലാവരെയും തൊടുവിക്കണമേ. ആരെയും തൊടാതെ അവിടുന്ന് കടന്നു പോകല്ലേ കർത്താവേ. അവിടുത്തെ തിരുരക്തം ഇപ്പോൾ എല്ലാവരെയും കഴുകണമേ. തീരുമാനം എടുക്കുന്നവരുടെ മേൽ ആണിപ്പാട് വെക്കണമേ. മനസ്സലിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ ആരെല്ലാം തീരുമാനമെടുത്തു, വ്യക്തമായി തീരുമാനമെടുത്തവര് ഇങ്ങനെ ഒരൊറ്റ കാര്യം മാത്രം ഉറക്കെ പറഞ്ഞുകൊള്ളൂ. പറഞ്ഞു തരാം. എൻ്റെ യേശുവേ, ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, അവിടുന്ന് എന്നോട് മനസ്സലിയണമേ. എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഇന്നുവരെ മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അവിടുത്തെ തിരുരക്തത്താൽ എനിക്ക് കഴുകിത്തരണമേ. ഇന്നു മുതൽ ഞാൻ യേശുവിനെ എന്റെ മുൻപിൽ നിർത്തിക്കൊണ്ട് ജീവിക്കും. പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. അങ്ങനെ ആരെല്ലാം തീരുമാനമെടുത്തു, അങ്ങനെ വ്യക്തമായി തീരുമാനമെടുത്തവര്, അവർക്കിപ്പോൾ കർത്താവ് കല്യാണ വസ്ത്രം തരികയാണ്. കർത്താവ് ഇപ്പോൾ ആണിപ്പാടുള്ള കരം വെച്ച് അവരുടെ പാപങ്ങളെല്ലാം കഴുകി തരികയാണ്. കർത്താവ് അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുകയാണ്. ആരെല്ലാം അങ്ങനെ തീരുമാനമെടുത്തു, ആണിപ്പാടുള്ള കരം പിടിക്കണമേ, തിരുരക്തം പുരട്ടി കൊടുക്കണമേ, പാപങ്ങളെല്ലാം കഴുകി കൊടുക്കണമേ, കർത്താവെ പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ, ക്രിസ്തുവിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നുന്നതിനായി സ്തുതി. അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളെല്ലാം സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞതിനായി സ്തുതി. അവിടുത്തെ തിരുരക്തം ഞങ്ങൾക്ക് മുദ്രയായി തന്നതിനായി സ്തുതി. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.